ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എക്സലാണ് പറയുന്നത്. എക്സലിൽ സെയിൽസിൻ്റെ മന്ത്ലി ഗ്രോത്ത് റിപ്പോർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സലിൽ ഒരു ഫോർമാറ്റ് തയ്യാറാക്കിയിടുക. ഞാനിപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ഫോർമാറ്റാണ് തയ്യാറാക്കിയിട്ടിട്ടുള്ളത്. മന്ത് കൊടുത്തിട്ടുണ്ട്, സെയിൽസ് ഓരോ മാസത്തിലും നടന്നിട്ടുള്ള സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി മന്ത്ലി ഗ്രോത്ത് ആണ് നമുക്ക് അറിയേണ്ടത്. ഓരോ മാസവും നമുക്ക് എത്ര ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയണം. അത് വെച്ച് നമുക്കൊരു ചാർട്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഫോർമാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ നമുക്ക് മന്ത്ലി ഗ്രോത്ത് കാണണം. അപ്പോൾ ഫസ്റ്റ് കോളം നമ്മളിവിടെ ഈ മന്ത്ലി ഗ്രോത്തിൽ വരുന്ന ഫസ്റ്റ് റോ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് കമ്പയർ ചെയ്ത് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് റോ ഒഴിവാക്കണം. കാരണം ജനുവരിയിലെ റിപ്പോർട്ടും ഫെബ്രുവരിയിലെ റിപ്പോർട്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നമുക്ക് ഗ്രോത്ത് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഗ്രോത്ത് നമുക്ക് വരേണ്ടത് എന്നുണ്ടെങ്കിൽ, അവിടെ എമൗണ്ട് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സെല്ലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഹോം മെനുവിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ജനറൽ ഉണ്ട്, നമ്പർ, കറൻസി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതിൽ നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ളത് എടുക്കണം. പെർസെൻറ്റേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ അതിന് തൊട്ട് താഴെയായിട്ട് പെർസെൻറ്റേജ് സ്റ്റൈൽ എന്ന് കാണാം. ഈ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കുകയാണ്. ഇതിൽ സെക്കൻഡ് റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യണത്. സെക്കൻഡ് റോ സെലക്ട് ചെയ്യുക, ഈക്വൽ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്നിട്ട് ഫെബ്രുവരിയിലത്തെ നമ്മുടെ സെയിൽസിൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്യുക, മൈനസ് ജനുവരിയിലത്തെ സെയിൽസ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ജനുവരിയിലത്തെ സെയിൽസ് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും പെർസെൻറ്റേജ്. ഇനി ഇതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജ് എന്ന് എഴുതിയതിന് താഴെ നമ്മൾ പെർസെൻറ്റേജിൻ്റെ സിമ്പൽ വരുന്നതിന് തൊട്ടടുത്തായിട്ട് കോമ എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ഈ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ വരും. അതല്ല പെർസെൻറ്റേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കോമ എന്നുള്ളത് മാറ്റുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് മൈനസ് വാല്യൂ ആണ്. എക്സലിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിനുള്ളിലാണ് നമ്പർ നമ്മൾ ചെയ്യുമ്പോൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് മൈനസ് വാല്യൂ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഇത് പെർസെൻറ്റേജ് എന്നുള്ള ചിഹ്നം തന്നെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിൽ 25%. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 33% ആയി. ഇവിടെ വന്നപ്പോൾ 37% മൈനസ് ആണ്, കുറഞ്ഞു. നേരത്തെ 20,000 ഉണ്ടായിരുന്നു മാർച്ചിൽ നമ്മുടെ സെയിൽസ്, അത് ഏപ്രിൽ എത്തിയപ്പോൾ കുറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് പെർസെൻറ്റേജ് മൈനസ് ആയിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഫോർമാറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് വെച്ച് നമുക്ക് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ പെർസെൻറ്റേജുകൾ വെച്ച് നമുക്കൊരു ചാർട്ടും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ എമൗണ്ടുകൾ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന എമൗണ്ടുകൾ പ്രത്യേകം എടുത്ത് ഫോർമാറ്റ് ചെയ്ത് കാണിക്കണം. മൈനസ് വാല്യൂ അല്ലാത്തത് പ്ലസ് വാല്യൂ ആയതപ്പോൾ പെർസെൻറ്റേജ് കുറവുള്ളതും കൂടുതലുള്ളതും ഫോർമാറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ സെലക്ട് ചെയ്യുക. ഈ ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൽ വന്നിട്ട് ഇവിടെ കുറേ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഹൈലൈറ്റ് സെൽ റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം റൂൾസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ഹൈലൈറ്റ് സെൽ റൂൾസ് വേണമെങ്കിൽ എടുക്കാം. ഹൈലൈറ്റ് സെൽ റൂൾസ് എടുത്ത് ഗ്രേറ്റർ ദാൻ എന്നുള്ളതോ ലെസ് ദാനോ സെലക്ട് ചെയ്യാം. അപ്പോൾ ലെസ് ദാൻ ഉള്ളതാണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ആയിട്ട് വരുന്നത് വരും. 240 ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഒരു 50ക്ക് കുറവുള്ളത്, അല്ലെങ്കിൽ ഒരു 20 ലെസ് ദാൻ 20 വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുവോ, ഈ മൈനസ് വാല്യൂസ് എല്ലാം റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ 20% എന്നുള്ളത് നമ്മൾ കൊടുക്കുക. പിന്നെ അത് ഏത് ഫോർമാറ്റിൽ വരണം എന്നുള്ളതും കൊടുക്കാം. നമുക്ക് ടെക്സ്റ്റും കൂടെ റെഡ് കളറിൽ വരുന്നതുണ്ട്, റെഡ് ബോർഡറും കൂടെ വരണമെങ്കിൽ അതും കൂടെ കൊടുക്കാം. ഏതാ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. കുറേ ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട്.
ഇനി ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് വരുന്നത് ഇവിടെ ഈ ഒരു ഫോർമാറ്റിൽ വരും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മാസത്തെ സെയിൽസിൽ ചേഞ്ചസ് വരുത്തി എന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ നമ്മളിത് 12,000 ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഇത് 12,000 ആക്കുമ്പോൾ ആ 20% എന്നുള്ളതിൽ ചേഞ്ച് വരും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റങ്ങൾ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ വീണ്ടും ഈ ഒരു കോളം നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിൽ കോളം ചാർട്ട് വരുന്നുണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട്, അങ്ങനെ ഒരുപാട് ചാർട്ടുകൾ വരുന്നുണ്ട്. നമ്മളിവിടെ ലൈൻ ചാർട്ട് സെലക്ട് ചെയ്തു. ലൈൻ ചാർട്ട് സെലക്ട് ചെയ്ത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതൊന്ന് ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യണു. ഇതാണ് ലൈൻ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ലൈൻ ചാർട്ട് വന്നിട്ടുണ്ട്. ലൈൻ ചാർട്ട് വരുമ്പോൾ ഒപ്പം തന്നെ നമുക്കിവിടെ മുകളിലായിട്ട് ചാർട്ട് ടൂൾ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടൊരു ഓപ്ഷൻ വരും. ഡിസൈന്, ലേഔട്ട്, ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡിസൈനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് വീണ്ടും ഇതിനെ മാറ്റാം. ഇവിടെയൊക്കെ എമൗണ്ടുകൾ കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ മാറ്റാം. ഓരോ ഫോർമാറ്റിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ചേഞ്ചസ് വരും. ഏതാണോ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എമൗണ്ട് വരുന്ന രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓരോന്നിലും പോയിൻ്റർ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇതിന് നമുക്കിവിടെ ഒരു ചാർട്ടും കൂടെ അല്ലെങ്കിൽ ഒരു ഗ്രാഫും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മന്ത്ലി ഗ്രോത്ത് റിപ്പോർട്ട് കാണുന്നത്.